തീർത്ഥാടകർക്ക് അനുഗ്രഹം ചൊരിയുന്ന വൃശ്ചിക നാളുകളിൽ ശബരിമലയിൽ വളരെ പ്രവർത്തന നിരതരാകുന്ന ഒരു ഓഫീസുണ്ട്. അത് ശബരിമല പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റ് ഓഫീസിലേക്ക് ഒട്ടേറെ കത്തുകൾ വരും. അത് അയ്യപ്പനുള്ള എഴുത്തുകളാണ്. അനുഗ്രഹങ്ങൾ തേടിയും വിവരങ്ങൾ അറിയിച്ചും വിവാഹകാര്യങ്ങൾ അറിയിച്ചും അനുഗ്രഹം തേടിയും എല്ലാമുള്ള എഴുത്തുകൾ. അത്തരം എഴുത്തുകൾക്ക് പുറമെ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒരുപക്ഷെ സ്വയം തന്നെയും എഴുതുന്ന കത്തുകൾ അവർ അയ്യപ്പന്റെ മുദ്രയോടുകൂടിയ അയ്യപ്പന്റെ മുദ്ര ചാർത്തിയ 18-ാം പടിയും സ്വാമി അയ്യപ്പനെയും ഉൾപ്പെടുന്ന മുദ്ര ചാർത്തിയ ശബരിമല പോസ്റ്റ് കാർഡുകളും കത്തുകളും അതുപോലെ പാഴ്സലുകളും എല്ലാം തന്നെ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 50 വർഷം പൂർത്തിയാവുകയാണ്. 1974 നവംബർ 19-നാണ് ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കത്തുകളാണ് ഇതിനിടയ്ക്ക് അയ്യപ്പന്റെ സന്നിധിയിൽ നിന്ന് തിരിച്ച് തീർത്ഥാടകർ ഭക്തരിലേക്കും എല്ലാം എത്തിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ പോസ്റ്റ് മാസ്റ്റർ മനോജും അതുപോലെ പോസ്റ്റ്മാൻ വിഷ്ണുവും നമ്മോടൊപ്പമുണ്ട്. ശ്രീ മനോജ്, സ്വാമി ശരണം. ഈ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയാകുന്നു. എത്രത്തോളം കത്തുകൾ വന്നിട്ടുണ്ടാവും എന്ന വല്ല കണക്കും ഉണ്ടോ? വന്നതും പോയതുമായിട്ടുള്ള തപാൽ ഉരുപ്പടികളുടെ കണക്ക്? അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കണക്ക് നമ്മുടെ കയ്യിൽ അതില്ല. എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന കോടിക്കണക്കിന് കത്തുകൾ വന്നു പോയിട്ടുണ്ടാവുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാര്യം നമ്മളെ ഇപ്പം വരുന്ന ഈ ഇന്റർനെറ്റ് യുഗത്തിലും ഇപ്പോഴും ഈ കത്തുകൾക്ക് പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇപ്പോഴും സ്വാമി അയ്യപ്പന് വരുന്ന കത്തുകളുടെ ബാഹുല്യം വളരെ അധികമാണ്. അത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചോടെ തന്നെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ടും കല്യാണ ക്ഷണക്കത്തായിട്ടും പിന്നെ നന്ദി അറിയിച്ചുകൊണ്ടും അങ്ങനെ പല വിധത്തിലുള്ള പല രൂപത്തിലുള്ള കത്തുകളുമാണ് അയ്യപ്പന് ദിനം പ്രതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാഴ്സലുകൾ ഉണ്ടാവുമല്ലോ, അതായത് പിന്നെ പ്രസാദവും മറ്റ് അരവണയടക്കമുള്ള അപ്പം അരവണയടക്കമുള്ള പ്രസാദവും എല്ലാം അയക്കുന്നത്, അത്തരം പാഴ്സലുകളും ഒട്ടേറെ പോകാറുണ്ടോ? ആ പാഴ്സലുകളുടെയും അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ട് ഇവിടുന്ന്. പിന്നെ അതുകൂടാതെ ഇവിടെ തൊഴിൽ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ വീട്ടിലേക്ക് അവരെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് അയക്കുന്നതും അതും പാഴ്സൽ സമുദായത്തിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമുള്ള സംശയമാണ്, ഇത് ഈ കത്തുകൾ അയക്കാൻ വരുന്നത് ഏതൊക്കെ ഭാഷക്കാരാണ്, ഏതൊക്കെ നാട്ടുകാരാണ്? പ്രധാനമായിട്ടും നമ്മുടെ ഇവിടുന്ന് ഈ പോസ്റ്റ് കാർഡുകൾ അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അയക്കുന്നതാണ്. അതായത് അയ്യപ്പസ്വാമിയുടെ മുദ്രകുത്തിയ സീലിന്റെ ഒരു മെമ്മറി അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ അയക്കുന്നുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആൾക്കാർ ഒരുപോലെ ഒരേ റേഷ്യോയിൽ തന്നെ ഒക്കെ വന്ന് മേടിച്ചിട്ടുണ്ട്. എങ്കിലും അന്യ സംസ്ഥാനക്കാരും കൂടുതൽ നമ്മുടെ ആൾക്കാരാണ് ഇതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ രാജ്യത്തിനകത്തുനിന്നല്ലാതെ പുറത്തുനിന്ന് കത്തുകൾ വരികയോ അങ്ങോട്ട് കത്തുകൾ പോവുകയോ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. ഈ തീർത്ഥാടന കാലത്ത് മാത്രം, അതായത് മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് മാത്രമാണല്ലോ ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അല്ലാത്ത സമയത്തും കത്തുകൾ വരുമല്ലോ. ആ കത്തുകൾ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഈ സീസണിൽ തുറക്കുന്ന കത്തുകൾ നമുക്ക് ഈ സീസണിൽ തന്നെ വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. കാര്യം ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്ന സമയമായതുകൊണ്ട്. അല്ലാതെ നമുക്ക് കിട്ടുന്ന കത്തുകൾ നമ്മുടെ ബ്രാഞ്ച് ഓഫീസായ പമ്പ ത്രിവേണിയിലുണ്ട്. അത് നമുക്ക് ഈ ഓഫീസുകൾ തുറക്കുന്ന മുറയ്ക്ക് നമ്മൾക്ക് ഇങ്ങോട്ട് ഡിസ്പാച്ച് ചെയ്ത് നമ്മളിവിടെ വിതരണം നടത്തുന്നുണ്ട്. പമ്പയിൽ നിന്നുള്ള കത്തുകൾ പിന്നീട് തീർത്ഥാടന കാലത്ത് ഇങ്ങോട്ട് എത്തും. പമ്പയിൽ നിന്ന് ഈ സീസൺ അല്ലാത്ത കാലഘട്ടങ്ങളിൽ വരുന്ന കത്തുകൾ പമ്പയിൽ വെച്ചിട്ട് അത് നമ്മളിവിടെ പോസ്റ്റ് ഓഫീസ് തുറക്കുന്ന മുറയ്ക്ക് ഇവിടെ കൊടുത്തുവിടുകയാണ്. ശ്രീ വിഷ്ണു പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാലത്തും കത്തുകൾ വരുന്നുണ്ട്. ആ കത്തുകളെല്ലാം പമ്പയിൽ വരികയും തീർത്ഥാടന കാലത്ത് ഇങ്ങോട്ട് വരികയും തീർത്ഥാടന കാലത്ത് മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പോസ്റ്റ്മാന്റെ ജോലിയും ശരിക്കും തീർത്ഥാടന കാലത്താണ്. ശ്രീ വിഷ്ണു, എങ്ങനെയാണ് നമ്മൾ ഈ കത്ത് ഡെലിവറി ചെയ്യുന്നത്? പ്രത്യേകിച്ചും അയ്യപ്പനുള്ള കത്തുകൾ ആർക്കാണ് കൊടുക്കുന്നത്? അയ്യപ്പനുള്ള കത്തുകളെല്ലാം എക്സിക്യൂട്ടീവ് ഓഫീസറിനെ ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. വേറെ കല്യാണക്കുറികളായാലും അയ്യപ്പന്റെ പേരിൽ അഡ്രസ് ചെയ്ത് വരുന്ന എല്ലാ കത്തുകളും എക്സിക്യൂട്ടീവ് ഓഫീസിൽ കൈമാറുകയാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് ഓഫീസ് പിന്നെ തന്ത്രിയുടെ കൊടുക്കുന്നു, ആ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോരുകയാണ് ചെയ്യാറ്.
എന്തൊക്കെ പറഞ്ഞാണ് ഈ കത്തുകൾ വരുന്നത്? പോസ്റ്റ് കാർഡുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവുമല്ലോ, ഒരു കൗതുകത്തിനെങ്കിലും നമ്മൾ വായിച്ചു നോക്കില്ലേ? ചില കത്തുകളിൽ ആഗ്രഹ സാഫല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കത്തുകൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും കൂടുതലും സങ്കടങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും മാറിയതിന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് അയ്യപ്പന് കത്തെഴുതുന്നത് അങ്ങനെ പല രീതിയിലുള്ള. പിന്നെ ഇപ്പോൾ ഈ സീസൺ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് വന്ന കത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കല്യാണക്കുറികളാണ്. അവരുടെയൊക്കെ വിശ്വാസം ഈ കല്യാണക്കുറി അയക്കുന്നതിലൂടെ അയ്യപ്പൻ അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും പുലർന്നു വരുന്നു. ഈ ആധുനിക യുഗത്തിലും അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കല്യാണക്കുറികൾ പൊതുവെ വരുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് കല്യാണക്കുറികൾ കുറവാണ്. പ്രത്യേകിച്ചും ഈ കത്തയക്കുന്ന ആളുടെ ഒരു മനോഭാവം, അവരുടെ വിശ്വാസമാണ് പ്രധാനം. അവർക്ക് മനസ്സുഖം ലഭിക്കാൻ അല്ലെങ്കിൽ മനസ്സിന്റെ സന്തോഷം ലഭിക്കാനാണ് ഈ കത്തുകൾ അവർ അയക്കുന്നത്. അയ്യപ്പന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് കത്തുകൾ വരുന്നു. അവർ സങ്കടങ്ങൾ പറയുന്നു, അവരുടെ സന്തോഷം അറിയിക്കുന്നു, അവരുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ കല്യാണത്തിനും, മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ അവസരങ്ങൾ, ഗൃഹപ്രവേശത്തിനെല്ലാം അയ്യപ്പന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോഴാണ് അത്തരം കത്തുകൾ അവർ ശബരിമലയിലേക്ക് അയക്കുന്നത്. എന്തായാലും പ്രധാനം മനസ്സിന്റെ സുഖമാണ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ അത് അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് നല്ല കാര്യമാണ്. ഒപ്പം അയ്യപ്പൻ തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് കരുതുന്ന ഒരു വിശ്വാസം ഇരിക്കുമ്പോൾ നീ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ദേവൻ, ആ ദേവൻ എല്ലാ സ്ഥലത്തും ഉണ്ടാകുമെന്നിരിക്കുകയും നമ്മൾ കത്തയക്കുന്നത് അത്തരമൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. ശബരിമല സന്നിധാനത്തെ ശബരിമല പോസ്റ്റ് ഓഫീസിൽ നിന്ന് ക്യാമറമാൻ സി വിനോദ് കുമാറിനൊപ്പം സജീവ് സി വാര്യ.